ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ ഞങ്ങളൊന്ന് കറങ്ങാറിങ്ങിയേക്കാം കേട്ടോ. എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയില്ല, ബാക്കി രഞ്ജു, ലക്ഷ്മി, ചേട്ടൻ, പിന്നെ ഞങ്ങളുടെ അമ്മയുടെ മോൻ വന്നിട്ടുണ്ട്. അവൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അവനിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടി ഒന്ന് കറങ്ങാറിങ്ങാണ്. ഞങ്ങൾ പോകുന്നത് എറണാകുളത്തേക്കാണ്. ആദ്യം ബീച്ചിൽ പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജനാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നതു സാമ്പ സദാശി. ഈ പാട്ട് ചേട്ടൻ്റെ ഭയങ്കര ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് പാട്ടുണ്ട് ചേട്ടന്. ഇപ്പോൾ നൈറ്റൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ പാട്ടൊക്കെ വെച്ച് പോകുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ കേട്ടുകൊണ്ട് പോകാനായിട്ട്. അങ്ങനത്തെ ഏടപ്പള്ളി ലുലു എത്തി. ഞങ്ങൾ എറണാകുളത്താണ് പോകണമെങ്കിലും പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒരു ഡ്രൈവ് അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. നല്ലൊരു രസമാണല്ലോ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കും. പിന്നെ വേറെ എന്താ പ്ലാനിങ് ഒന്നും ഇല്ല. ലുലു കണ്ടപ്പോൾ കണ്ണിന് ലുലു കയറണം. അപ്പോൾ അവൻ പറയാണ് ലുലു പോകാം, ലുലു പോയാൽ മതി, വേറെ എവിടെയും പോകണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ചെറിയ ഷോപ്പിങ്ങിനപ്പോൾ ഇറങ്ങി. അപ്പോൾ വണ്ടി അവർ പാർക്ക് ചെയ്തു. ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് പോവാണ് ഷോപ്പിലേക്ക്. ഞങ്ങൾ പോണത് യൂസ്റ്റേയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ശരിക്കും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് നോക്കാമെന്നുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ടപ്പോൾ ജസ്റ്റ് കയറി നോക്കാം, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം, പറ്റുമെങ്കിൽ എടുക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ ഞങ്ങൾ പോവാണ്. അപ്പോൾ മെയിനായിട്ട് പിള്ളേർക്ക് ഡ്രസ്സ് നോക്കണം. ഞങ്ങൾ അങ്ങനെ എടുക്കുന്നൊന്നുമില്ല ഡ്രസ്സ്. ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കണ്ണനെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അത്ര താല്പര്യം ഉണ്ടായില്ല. അവനല്ലെങ്കിലും ഈ ഷോപ്പിംഗ് ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന പരിപാടിയൊന്നും അത്ര താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ബീച്ചിൽ നിന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. പക്ഷേ കയറിയത് രണ്ടുപേരും നല്ല കളിയാണ്. കണ്ണനും അമ്മയും കൂടി നല്ല ഓട്ടത്തിലാണ്. രണ്ടുപേരും കൂടി കളിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് നോക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് വേണ്ട അവർക്ക് മാത്രം ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ചേട്ടന്മാരെല്ലാവരും മേളിൽ പോയിട്ടുണ്ട്. മേളിലാണ് മെൻസ് വെയർ. അപ്പോൾ അവർ അങ്ങോട്ട് പോയി. ഞങ്ങൾ പിള്ളേരെ നോക്കി. ഞങ്ങൾ പിന്നെ കിഡ് സെക്ഷനിലേക്ക് പോവാണ് അവർക്ക് ഡ്രസ്സ് നോക്കാനായിട്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ ജേഴ്സി വേണമെന്ന് പറഞ്ഞു. ജേഴ്സി ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഇവിടെ ജേഴ്സി ഇല്ലല്ലോ. അപ്പോൾ അത് നോക്കാണ്. സെലക്ട് ചെയ്തു. മേത്ത് വെച്ച് നോക്കി പാകാവോ നോക്കിയേ. കണ്ണാപ്പി മേത്ത് വെച്ച് നോക്കി പാകാവോ നോക്കിയടാ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടടി. രാഘുവിനെ കാണിച്ചു കൊടുക്കാം. അത് മേത്ത് വെച്ച് നോക്കി. ആമിക്ക് നോക്കിയോടി. ലുലുന്നോ എന്ത് ആണോ? പോവണോ? പോവാം. ഡ്രസ്സ് നോക്കിയിട്ട് പോകാം. എന്താ അങ്ങനെ പിള്ളേർ ചേട്ടന്മാരുടെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾക്കും ഡ്രസ്സൊക്കെ നോക്കാൻ പറ്റിയത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിലേക്ക് പോവാണ് അവരുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ താഴെ കുറച്ച് പിള്ളേർക്ക് കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഇവിടെ ചേട്ടന്മാരിവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവരെന്തായിരുന്നു നോക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവർ മിററിൽ നിന്ന് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ വിചാരിച്ചു ഞങ്ങൾക്കും കൂടി കയറി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു പിക്ക് എടുത്തു. ഇതാണ് ഞങ്ങൾ പിക്കൊക്കെ എടുത്തു. കുറച്ച് ഞങ്ങളത് മാച്ചിങ് ഡ്രസ്സൊക്കെ ആയിട്ട് എടുത്തതാണത്. സ്റ്റുഡിയോയിൽ നിന്ന് എടുത്താണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവരെ ഇവിടെ നിന്നൊന്നും എടുത്തില്ല കേട്ടോ. കണ്ണനാണെങ്കിൽ ഒരു കണ്ണടയും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അത് കണ്ണൻ്റെ ഏജിനുള്ളതൊന്നുമല്ല, വലിയ ബോയ്സിൻ്റെ ഒരു കണ്ണടയാണ്. പക്ഷേ അവനത് വേണമെന്നും പറഞ്ഞ് അവനതും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ആമിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെയോ വഴി കൂടെ ഓടി പോകുന്നുണ്ട്. അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടി കളിച്ചിരിക്കുക. അങ്ങനെ ഉള്ളിലൊക്കെ കയറി ഡ്രസ്സിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഒളിച്ചിരിക്കും. പിന്നെ അവളെ തപ്പിയെടുക്കണം. ഇത് തന്നെ പരിപാടി. കണ്ണനാണെങ്കിൽ ആ കണ്ണട എന്തായാലും മേടിക്കണം എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അവനാണെങ്കിൽ സമ്മതിക്കാനില്ല. പക്ഷേ അവന് പറ്റിയതല്ല അത് കിഡ്സിൻ്റെ അല്ല, വലിയ ബോയ്സിൻ്റെയാണ്. പക്ഷേ സമ്മതിക്കുന്നില്ല അവൻ.
പിന്നെ കുറച്ച് നേരം ഡ്രസ്സൊക്കെ നോക്കി, പക്ഷേ പറ്റിയതൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. കണ്ണൻ നോക്കി കണ്ണടയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് നിൽക്കണുണ്ടോ, പക്ഷേ എടുത്തില്ല കേട്ടോ ഞങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. റെപ്പായിസിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഞങ്ങളതേ ഫുഡ് കഴിക്കുകയാണ്. കണ്ണന് ബിരിയാണി, ആമിക്ക് ദോശയാണ് മേടിച്ചത്. കണ്ണൻ ഒരു ബിരിയാണി ലവറാണ് കേട്ടോ. ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആണ് മേടിച്ചത്. അതാണ് അവിടുത്തെ സ്പെഷ്യൽ. ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. അത് കഴിഞ്ഞതേ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് പോവാണ്. വണ്ടി കുറച്ച് നീക്കിയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അത് ഞങ്ങൾ കണ്ടില്ല. ഞാനും ലക്ഷ്മിയോടെയും വണ്ടി തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ റോട്ടിക്കൂടെ നടന്ന അവസാനം നമ്മുടെ വണ്ടി ഇച്ചിരി നീക്കിയാണ് ഇട്ടേക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി കണ്ടു. ഇനി നമ്മൾ വണ്ടിയിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനി നേരെ വീട്ടിലേക്ക്. പക്ഷേ പോണ വഴിക്ക് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. ഒരു ഐസ്ക്രീം കൂടി കഴിച്ചാലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല ചേട്ടൻ്റെ ഫേവറേറ്റ് പാട്ടെന്ന് തിരിച്ചു വന്നപ്പോഴും ആ പാട്ട് തന്നെ. പക്ഷേ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ആ പാട്ട് നല്ലൊരു രസമായിരുന്നു, നല്ലൊരു വൈബായിരുന്നു ഞങ്ങളുടെ ഒരു ട്രാവൽ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഐസ്ക്രീം കഴിക്കണം നമ്മൾ കളമശ്ശേരി തന്നെയാണ്. അതിനിടയ്ക്ക് ചേട്ടനും അനിയത്തിയും കൂടി നല്ല കെട്ടിപ്പിടുത്തം ഉമ്മാക്കലും. ഇടയ്ക്ക് ഇവർ ഇങ്ങനെയാണ്, ഭയങ്കര സ്നേഹമായിരിക്കും. ഇടയ്ക്ക് ചില സമയത്ത് രണ്ടുപേരും നല്ല ജഗപകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ് കേട്ടോ. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പോകല്ലേ. അങ്ങനെ കണ്ണനും മാമിയും ഞങ്ങൾ രണ്ടുപേരും കൂടി വെയിറ്റിംഗ് ആണ്. ചേട്ടന്മാർക്കൊന്നും ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. അവർ ജസ്റ്റ് അപ്പുറത്ത് നിന്നു. ഞങ്ങൾ 4 പേരും കൂടിയാണ് കഴിക്കാൻ കയറിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഐസ്ക്രീമിന് വേണ്ടി. അങ്ങനെ കണ്ണനും അമ്മയ്ക്കും ഓരോ സ്കൂപ്പാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഐസ്ക്രീം. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ രാത്രിയില്ലേ, ഇത്ര ലേറ്റ് ആയല്ലോ, അതുകൊണ്ട് ഐസ്ക്രീം കഴിച്ച വല്ല തൊണ്ടവേനയോ ജലദോഷമൊക്കെ പിടിക്കുമെന്ന് വിചാരിച്ചു ഒരു സ്കൂപ്പേ പറഞ്ഞോളൂ. പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഫലൂഡയായിട്ട് പറഞ്ഞു, ഞാനും ലക്ഷ്മിയും. അപ്പോൾ ചേട്ടനാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വരാൻ വേണ്ടി വന്നേക്കാണ്. അവനാണെങ്കിൽ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര പിഷ്കാണ് കേട്ടോ. നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നുള്ളൊക്കെ എടുത്ത് ആ സ്പൂണിൽ ചിലപ്പോൾ ഒന്ന് ഞോണ്ടിയിട്ടൊക്കെ ആയിരിക്കും തന്നത്. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചെറുക്കന്. അപ്പോൾ ചേട്ടൻ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഇത്രയും കൂടി താടാന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഫലൂദയും വന്നു. അപ്പോൾ ഞാനും ലക്ഷ്മിയും സെയിം തന്നെയാണ് ഫലൂദ പറഞ്ഞത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ഫലൂദയായിരുന്നു. അതിനിടയ്ക്ക് ആമി ചിരിതാമേ എന്നും പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്